വിമർശനത്തിനുള്ള സമയമോ എന്നാണ് ചോദ്യം. സുജയ, വിമർശനത്തിനുള്ള സമയമല്ല എന്ന് മല്ലികാർജുൻ ഖർഗെയെ പോലെയുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവി വരെ എത്തിയ ഒരു വലിയ നേതാവിന്, അദ്ദേഹം ഒരു വലിയ നേതാവാണ്, ഇത്രയും കാലമായി രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു സമയമല്ല എന്ന് മനസ്സിലാകാത്തത് എന്താണ് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹം ശരിക്കും ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ തോന്നിപ്പോയി. ഇവിടെ ഇപ്പോൾ കെ സുധാകരനെ മാറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മല്ലികാർജുൻ ഖർഗെ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണോ എന്ന് രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ പക്വത പോലും മല്ലികാർജുൻ ഖർഗെ കാണിച്ചിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇവിടെ മല്ലികാർജുൻ ഖർഗെ റാഞ്ചിയിലെ റാലിയിൽ പറഞ്ഞത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലാണ്. അറിവുണ്ടായിരുന്നിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ ഭീകരാക്രമണം തടയുന്നതിനായുള്ള നടപടി എടുത്തില്ല എന്ന് പറയുന്നത് പാകിസ്ഥാന് എത്രത്തോളം വലിയൊരു ആയുധം കൊടുക്കുന്ന കാര്യമാണ്. സുരക്ഷാ സൈന്യവുമായി വിവരങ്ങളൊന്നും പങ്കുവച്ചില്ല എന്ന് പറയുന്നു. ശ്രീനഗറിലേക്ക് അദ്ദേഹം 19-ാം തീയതി വരാനിരുന്ന സന്ദർശനം മാറ്റിവെക്കുന്നു. പക്ഷേ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സേനകൾക്ക് കൊടുത്ത് എല്ലായിടത്തും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എന്താണോ ശ്രമിക്കുന്നത്, രാജ്യത്തിനുള്ളിൽ ഒരു ആഭ്യന്തര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ, ഒരു ആഭ്യന്തര കലാപത്തിലേക്ക്, പരസ്പരമുള്ള പോരിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ കലിമ ചൊല്ലി ആളുകളെ വെടിവെച്ചിടുന്നതിലൂടെ അന്ന് ആ ഭീകരവാദികളെ കൊണ്ട് ചെയ്യിച്ചതിന്റെ അതേ സമാനമായ രീതിയാണ് ഇപ്പോൾ ഖർഗയിലൂടെ പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ചർച്ചയാകുന്നതും ഇതാണ്. രാജ്യത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു ഐക്യമില്ല, ഒരു രാജ്യം ഒന്നാകെ ഐക്യത്തോടെ നിൽക്കുന്നില്ല എന്നത് അങ്ങോട്ട് ഒരു ആയുധം കൊടുക്കുന്നത് പോലെ തന്നെ ശത്രുവിനെ സഹായിക്കുന്ന സമീപനമാണ് മല്ലികാർജുൻ ഖർഗെ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ BJP അദ്ദേഹത്തെ മോഡേൺ ഡേ മിർജാഫർ എന്നുവരെ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നടപടി ആ രീതിയിലായി പോയിരിക്കുന്നു. ഒന്നുകിൽ തെളിവ് നൽകണം അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് CR കേശവൻ എന്ന BJPയുടെ നേതാവാണ് ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇപ്പോൾ ഖർഗെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിലും മല്ലികാർജുൻ ഖർഗെയെ ഈ കാര്യത്തിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കണമല്ലോ. ഇവിടെ കോൺഗ്രസിനെ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖർഗെയെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ്? രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അറ്റൻഷൻ, അതുപോലെ തന്നെ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടിന് കിട്ടുന്ന പിന്തുണ. ഇപ്പോൾ നോക്കൂ, ഡോക്ടർ അരുൺ വരെ പ്രധാനമന്ത്രിക്കൊപ്പമാണ് എന്ന് പറയുന്നു. എത്രയധികം ഞാൻ പ്രധാനമന്ത്രി അതെ, താങ്കൾ പറഞ്ഞത് വിഷയാധിഷ്ഠിത പിന്തുണയാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ താങ്കൾ കാണിക്കുന്ന ആ ഒരു മര്യാദ പോലും ഖർഗെ പോലൊരു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ വ്യക്തി ഇത്രയും യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് കാണിക്കാതെ ഒരു പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത്, അതും ഈ വിഷയത്തിൽ വിമർശിക്കുന്നത്, സൈന്യത്തിന്റെ മൊറാൽ തകർക്കുന്നത്, അത് ശരിയായ നടപടിയല്ല. അതിന് മല്ലികാർജുൻ ഖർഗെയെ തിരുത്തണം. രാഹുൽ ഗാന്ധി അതിനുള്ള മുൻകൈ എടുക്കണം. ഖർഗെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വന്നിരുന്ന് പറഞ്ഞത് എല്ലാ കുറ്റവാളികളും, ഇന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ ഗാന്ധിയുടെ, എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണം, നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം, സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ എങ്ങനെയാണ് ഉറപ്പാകുന്നത്? മല്ലികാർജുൻ ഖർഗെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റ്, അതും ഒരു റാലിയിൽ പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുകയും ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം, നമ്മളെല്ലാവരും സർക്കാരിനൊപ്പമാണെന്ന് പറയുമ്പോൾ ഇതിലേതാണ് ജനം വിശ്വസിക്കേണ്ടത്? ഇതിലേതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റേറ്റ്മെന്റായി അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റായി എടുക്കേണ്ടത് എന്ന ചോദ്യം അവിടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഖർഗെ പറയുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയുമ്പോൾ അതായിരിക്കുമല്ലോ ആ പാർട്ടിയുടെ നിലപാട്. അങ്ങനെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടാണ് മല്ലികാർജുൻ ഖർഗെ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കാര്യം ഇന്ന് എക്സിലെ പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്, കോൺഗ്രസ് കാ ഹാത്ത് കിസ്കെ സാത്ത്. അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നേ. കോൺഗ്രസിന്റെ കൈ പാകിസ്ഥാന്റെ കൂടെയാണോ ഇന്ത്യയുടെ കൂടെയാണോ എന്നതാണ് ഇവിടെ അറിയേണ്ടത്. ക്രിയാത്മക പ്രതിപക്ഷമാകണം. ഇവിടെ നമ്മുടെ VD സതീശൻ പറഞ്ഞതുപോലെ ക്രിയാത്മക പ്രതിപക്ഷമാകണം അല്ലെങ്കിൽ ആകും എന്നുള്ള വാഗ്ദാനമൊന്നും ഖർഗെ എന്തായാലും കൊടുത്തിട്ടില്ല. പക്ഷേ ഡിസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ ആകാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യം ഈ യുദ്ധസമാന സാഹചര്യത്തിൽ മല്ലികാർജുൻ ഖാർഗെക്ക് കാട്ടാമായിരുന്നു എന്നുള്ളതാണ്. രാജ്യം ഭീകരതയെ ഒന്നിച്ച് എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ആണ് ഇങ്ങനെ ഒരു റൂമർ പരത്തുന്നത്. ആ റൂമർ അത് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ആ കാര്യം ഉള്ള കൃത്യമായ വിശദീകരണം സർവകക്ഷി യോഗത്തിൽ കൊടുത്തതാണ്. അപ്പോൾ അവിടെ സംശയങ്ങൾ ഉന്നയിക്കുകയും അതിന് മറുപടി കിട്ടുകയും ചെയ്തതിനു ശേഷം ഒരു പൊതു റാലിയിൽ വീണ്ടും പേഴ്സണൽ ഗെയിൻസിന് വേണ്ടിയിട്ട് മല്ലികാർജുൻ ഖർഗെ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയായില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നതിനായിട്ട് ഇപ്പോൾ തുർക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷം പറഞ്ഞത് ഇതാണ് എന്നത് ചൂണ്ടിക്കാട്ടാൻ കഴിയും. പാകിസ്ഥാന് വലിയ എഡ്ജ് കിട്ടുന്ന ഒരു കാര്യം ഇവിടെ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട
ഒരു കക്ഷിയുടെ ദേശീയ അധ്യക്ഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്റ്റേറ്റ്മെന്റായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നേതാക്കളിൽ, അതായത് അവരുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് കോട്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ വരാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രോ പാകിസ്ഥാൻ ബിഹേവിയർ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ കാണിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയാണല്ലോ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ. അവർക്ക് തന്നെ പറഞ്ഞു കൊടുത്ത് തിരുത്തേണ്ട സമയമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1971 കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ. 1971 ഇതേപോലെ തന്നെ യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേപോലെ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലത്തെ ഫൂളിഷായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് നടത്തിയോ? അന്ന് അടൽ ബിഹാരി വാജ്പേയി അടക്കം ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഉണ്ണിസാറിന് ഓർമ്മ കാണുമല്ലോ, ഒരാൾ പോലും ഇന്ദിരാഗാന്ധി ഈ യുദ്ധത്തിനായി നടത്തുന്ന ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ഡ്രിൽ അടക്കം രാജ്യത്ത് നടത്തിയ പ്രിപ്പറേഷൻസ്, അതിനെല്ലാം ഒരു രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. അതൊരു രാജ്യമെന്ന വികാരമാണ്. ആ രാജ്യമെന്ന വികാരം മല്ലികാർജ്ജുൻ ഖാർഗെക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത്ര റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരിക്കുന്നു. ഇനി പ്രതിപക്ഷം പാകിസ്ഥാനെതിരെ എന്താണ് പറയുന്നത്? ഡോക്ടർ അരുൺ ചോദിച്ച ആ ചോദ്യത്തെ ഞാൻ സെക്കൻഡ് ചെയ്യുകയാണ്. കാരണം പ്രതിപക്ഷത്തിന് പാകിസ്ഥാൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഈ ചോരപ്പുഴ സ്റ്റേറ്റ്മെന്റ്, അതടക്കം പലതും ഉണ്ടല്ലോ മുന്നിൽ. ഏതെങ്കിലും ഒന്നിനെ ഒന്ന് തുറന്നെതിർക്കാൻ ഈ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു വാചകം പോലും കിട്ടിയില്ലേ? ഈ റാലിയിൽ ആ പ്രസംഗത്തിൽ ഒരിടത്തു പോലുമില്ല പാകിസ്ഥാനെതിരായ ഒരു വാചകം പോലും പറയാൻ മല്ലികാർജ്ജുൻ ഖാർഗെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാനായിട്ടാണ് ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത്. അപ്പോൾ മോക്ക് ഡ്രിൽ നടത്തുന്നതിന്റെ സാഹചര്യം എന്താണ്? പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട മുഖമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക്. അതേക്കുറിച്ച് സംസാരിക്കാം. ഈ മോക്ക് ഡ്രില്ലിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ എല്ലാവരും പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമാണ്. 1971 സാഹചര്യത്തെക്കുറിച്ച് 82-കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എന്നെക്കാളും എന്തായാലും അറിവുണ്ടാവും. ഞാൻ ആ കാലത്ത് ജനിച്ചിട്ടില്ല, ഡോക്ടർ അരുണും ജനിച്ചിട്ടുണ്ടാവില്ല. ഉണ്ണിസാർ മാത്രമാണ് നമ്മൾ ഈ ഇരിക്കുന്നവരിൽ ആ യുദ്ധകാലത്ത് ഉണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഉണ്ണിസാറിനും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്രായമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 വയസ്സൊക്കെ ഉണ്ടാവും. എനിക്ക് കുറച്ച് പ്രായമായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ, പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങനെയല്ല. അത് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചത്. 82-കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെ. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അന്ന് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ പിന്തുണയെക്കുറിച്ച്, അന്നും അദ്ദേഹം കോൺഗ്രസിന്റെ തന്നെ നേതാവാണല്ലോ, വേറെ പാർട്ടിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന ആളല്ലോ ഉണ്ണി സാറേ മല്ലികാർജ്ജുൻ ഖാർഗെ. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അന്ന് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ പിന്തുണ എന്താണ് എന്നത് സംബന്ധിച്ച്, അന്ന് രാജ്യം എങ്ങനെയാണ് ആ സ്റ്റാൻഡ് എടുത്തത് എന്നതിനെക്കുറിച്ച് അത്രയും അറിയാവുന്ന, അത്രയും വെൽ അവെയർ ആയ ഒരാൾ. അദ്ദേഹത്തിന് ഓർമ്മക്കുറവൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല. ആ ചെയ്തതിന്റെ ഒരു ഉദ്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ല, പ്രതിപക്ഷത്ത് നിന്ന് ഇപ്പോൾ സിദ്ധരാമയ്യ ആയാലും മറ്റ് നേതാക്കളായാലും സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളായാലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അവർ ചെയ്യുന്നത്, പ്രതിപക്ഷം ഭയക്കുന്നത് മോദിയുടെ ഇമേജിനെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് ഉണ്ട്, ലോകത്തിന് മുന്നിൽ ഒരു ഇമേജ് ഉണ്ട്. എങ്ങനെയാണ് ഒരു യുദ്ധത്തിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് എന്ന് ലോക നേതാക്കൾക്കടക്കം പഠിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായ പ്രിപ്പറേഷൻസിലൂടെയാണ് ഇപ്പോൾ സൈനിക വിഭാഗങ്ങളെ കൊണ്ടുപോയി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ഇതിനിടയിൽ സംഭവിച്ചതിനെ കുറിച്ച് ഇടയ്ക്കൊന്ന് അരുൺ സാർ ഒന്ന് മെൻഷൻ ചെയ്തു പോയി. അത് ഖത്തറിൻ്റെതാണ്. പാകിസ്ഥാന്റെ പവർഫുൾ ആലി ആയിരുന്നു ഖത്തർ. ആ വർഷങ്ങളായി പവർഫുൾ ആലി ആയിരുന്ന ഖത്തറാണ് പ്രധാനമന്ത്രി, ഖത്തറിന്റെ അമീറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാന് ഖത്തർ തിരിച്ചടി കൊടുക്കുമ്പോൾ ഖത്തർ കാണിക്കുന്ന മര്യാദ പോലും ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ കാണിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ വാക്കുകൾ അത് ഉറപ്പായും അത് തിരുത്തപ്പെടേണ്ട വാക്കുകളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഖാർഗെയെ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മോക്ക് ഡ്രില്ലിന് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങൾ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രി ഇൻപുട്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനിക വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്കൊരു പിന്തുണ കൊടുക്കാനും ഖാർഗെ തയ്യാറായിട്ടില്ല. ദാ നോക്കൂ, എയർഫോഴ്സ് രാജസ്ഥാനിലെ പാകിസ്ഥാനുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നാളെ രാത്രി 9:30 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിവരെ മെഗാ മിലിറ്ററി എക്സർസൈസ് നടത്താൻ പോവുകയാണ്. പാകിസ്ഥാൻ ഏറ്റവും പേടിക്കുന്ന ഒരു വാർ ഗെയിമാണ് രാജസ്ഥാനിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നടക്കാൻ പോകുന്നത്. അതേക്കുറിച്ച് അറിഞ്ഞില്ലേ പ്രതിപക്ഷം? അതേക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ. എന്നിട്ട് അങ്ങനെയുള്ള നീക്കങ്ങൾക്ക് ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു വാചകം ഈ ഖാർഗെ പറയുന്നില്ല. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരിയെ കുറിച്ച് നിങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തല്ലോ. സർദാരി അന്ന് ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞെങ്കിലേ ഇന്ന് പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ പോയിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ലെറ്റ് us sit as neighbors and speak the truth. സമാധാനം വേണം അത്രേ ബിലാവൽ ഭൂട്ടോയ്ക്ക്. ഇനി സമാധാനമല്ല, അന്ന് പറഞ്ഞ ചോരപ്പുഴ ഒഴുക്കി ഇന്ത്യക്കാരെ മുഴുവൻ കൊന്നൊടുക്കി ഒരു ബ്ലഡ് ബാത്തിനായി കൊതിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മോഹം നടക്കില്ല ബിലാവൽ ഭൂട്ടോയുടേത്. അല്ല, ചോര വെള്ളത്തിന് പകരം ചോര ഒഴുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പകരം സമാധാനം വേണം. നമ്മൾ
അയൽക്കാരാണെന്ന് ഓർക്കണമായിരുന്നു. പഹൽഗാമിൽ കയറി 26 പേരെ കൊന്നൊടുക്കാനായി ഭീകരരെ ഇങ്ങോട്ടേക്ക് വിടുമ്പോഴാണ് അവിടെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പാകിസ്ഥാനിൽ ഈ ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളവരാണ് പാകിസ്ഥാനിലെ എല്ലാ പാർട്ടികളും. ആരെങ്കിലും ഒരാൾ ഇതുവരെ പാകിസ്ഥാനിലെ ഈ ഭീകരരെ തുറന്നു നിർത്തിയിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷത്തെ കണ്ടല്ല ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും പഠിക്കേണ്ടത്. അപ്പോൾ പ്രോ പാകിസ്ഥാൻ സ്റ്റാൻഡൊക്കെ എടുത്ത് കളയണം എന്നുള്ളത് ജനം പറയും, അല്ലെങ്കിൽ ജനം പൂർണ്ണമായും കോൺഗ്രസിനെ തള്ളിക്കളയും. Meet the editors.